നമസ്കാരം, ഞാൻ ഡോക്ടർ കാവേരി വസന്താറാം, മെഡിക്കൽ ഡയറക്ടർ, ആയുധാർ ആയുർവേദിക് സെന്റർ. പലർക്കും ഉള്ളൊരു സംശയമാണ്, പ്രസവിക്കാൻ ഒരു ഏജ്, സ്ത്രീകൾക്ക് ഒരു ഏജിലെ പ്രസവിക്കാൻ പാടുള്ളോ എന്നുണ്ടോ? പണ്ടാണെങ്കിൽ നമ്മൾ കൃത്യമായി പറയും, ശരിയാണ്, മെനാർക്കി തൊട്ട് മെനോപോസ്, ഒരു സ്ത്രീ ആദ്യമായി സ്ത്രീ ആവുന്ന നിമിഷം, ഒരു പെൺകുട്ടി സ്ത്രീ ആവുന്ന നിമിഷം തൊട്ട് മെനോപോസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഋതുമതി, അത് പീരീഡ്സ് നിൽക്കുന്ന ഒരു സമയം. അപ്പൊ അതിനിടയ്ക്കാണ് നമുക്ക് നല്ല ഓവല്യൂഷൻ ഉണ്ടാവുന്ന ഒരു ഏജ് എന്ന് പറയുമ്പോൾ, നല്ലൊരു ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുമ്പോൾ യൂത്ത് ടൈം, അതായത് ഒരു 35-ക്കുള്ളിലാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കത് പറയാൻ പറ്റില്ല. കാര്യം സെലിബ്രിറ്റീസിന്റെ ഇടയ്ക്ക് തന്നെ നിങ്ങൾക്കറിയാം, ഓവം പ്രിസർവ് ചെയ്ത് വെക്കും. നല്ലൊരു ഏജിൽ തന്നെ അവർ ഓവത്തെ എടുത്ത് പുറത്ത് പ്രിസർവ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് എപ്പം കുഞ്ഞ് വേണോ ആ സമയം നമുക്ക് കുഞ്ഞാവും. അങ്ങനെയാണ് ഇപ്പോഴത്തെ കൺസെപ്റ്റ്. അല്ല, നമുക്ക് നോർമൽ ഒരാൾക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ശരിയാണ്, നമ്മൾക്ക് ആദ്യത്തെ നമുക്ക് പീരീഡ്സ് ആയി കുറച്ച് നാൾ അൺഓവുലേറ്ററി ഒക്കെ ആയിരിക്കും സൈക്കിള്. ഇപ്പൊ എല്ലാവരും അവരുടെ പഠനവും ജോലിയും ഒക്കെ നോക്കിയതിന് ശേഷം മാക്സിമം ഒരു 27 വയസ്സിലായിരിക്കും ആദ്യത്തെ പ്രസവം നടക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18-20 ആയിരുന്നു. അപ്പം നമുക്ക് മാക്സിമം ഒരു 40 വയസ്സിനുള്ളിൽ നമ്മളുടെ പ്രസവവും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട്, ഇപ്പൊ എത്ര കുഞ്ഞുങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമുക്ക് ദൈവം തരുന്നതാണ് കുഞ്ഞുങ്ങളെ. അത് നമുക്ക് പരിപാലിക്കാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് എത്ര കുഞ്ഞുങ്ങൾ വേണമെങ്കിലും. ഇന്നത്തെ കാലത്ത് പണ്ടത്തെ പോലെ നമുക്കൊന്നും പോലെ ആരോഗ്യമുള്ളൊരു കുഞ്ഞും ആരോഗ്യമുള്ളൊരു അമ്മയെ നമുക്ക് ആയുർവേദത്തിൽ അഷുറൻസ് കൊടുക്കാൻ പറ്റും. കാര്യം പ്രസവം കഴിഞ്ഞുള്ള പ്രസവാനന്തര രക്ഷ നല്ലതായി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രസവത്തിന്റെ സമയത്ത് ബാക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ, പിന്നെ ആസ് ഏജ് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് BP ഇഷ്യൂസ്, എക്ലാംഷ്യ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരാനും, അതുപോലെ ഡയബറ്റിക് പല കേസസ് വരാനും ഏജ് കൂടുന്നതനുസരിച്ച് വരാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ അതിന് പ്രിവെന്റീവ് മെഷേഴ്സ് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ലൈഫ് പ്ലാനിങ്. അത് മറ്റൊരാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല.